എന്താണ്, കുട്ടികളൊന്നും ആയില്ലേ? ഇതുവരെ വിശേഷമൊന്നും ആയിട്ടില്ലേ? ആർക്കാ പ്രശ്നം? അവനക്കോ അതോ അവക്കോ? ഇങ്ങനെ പല പരിഹാസ വാക്കുകളും കുത്തുവാക്കുകളും കേൾക്കുന്നവരാണ് നമ്മുടെ പല ദമ്പതിമാരും. എന്തിനധികം പല ഡോക്ടേഴ്സിനെ വരെ അവർ സജസ്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ അതൊരു വന്ധ്യത ആവണമെന്നില്ല, അത് അവരുടെ പ്ലാനിങ് ആയിരിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് വന്ധ്യത, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിന് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് കല്യാണം കഴിഞ്ഞ് 2 അതിലധികമോ വർഷം ഒരുമിച്ച് താമസിക്കുകയും അതിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടും കുട്ടികളാവാത്ത ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നതും. ഈ ഒരവസ്ഥയാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ അവരെ വന്ധീകരിക്കാൻ കാരണമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾ തന്നെ അവരെ ഒരുപാട് ടെൻസ്ഡ് ആക്കുകയും സ്ട്രെസ്ഡ് ആക്കുകയും ഇതൊരു പക്ഷേ അവരുടെ ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമാവുന്നുണ്ട്. മാത്രവുമല്ല, ഈ രൂപത്തിലുള്ള സ്ട്രെസ്സുമായിട്ട് അവർ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു രൂപത്തിലുള്ള സ്പേം ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ഹെൽത്തി ബേബി ഇല്ലാതാവാൻ വരെ ഇത് കാരണമാവുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുക, അവരവരെ പാട്ടിന് വിടുക. നമ്മൾ കാരണം ആർക്കും ഒരു വന്ധ്യത വരാൻ പാടില്ല.